ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചാപ്റ്റർ 7 എക്സാമ്പിൾ 8 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ്സ് ഓഫ് ട്രൈസെക്ഷൻ, ദാറ്റ് ഈസ് പോയിന്റ്സ് ഡിവൈഡിങ് ഇൻ 3 ഈക്വൽ പാർട്സ് of the line segment joining the points A 2, -2 and B -7, 4. അപ്പോൾ ലൈൻ സെഗ്മെൻറ്റിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതാണ് ട്രൈസെക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങോട്ട് ഫിഗർ വരച്ച് കാണിക്കാം. ദിസ് ഈസ് ലൈൻ സെഗ്മെൻറ്റ് എ ബിയെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് ഈസ് പി ആൻഡ് സെക്കൻഡ് ഈസ് ക്യൂ. അപ്പം എ ബിയെ 3 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എ പി ഈസ് ഈക്വൽ ടു പി ക്യു ഈസ് ഈക്വൽ ടു ക്യൂ ബി. 3ഉം ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്തെഴുതാം? ലെറ്റ് പി ആൻഡ് ക്യൂ ബി ദ പോയിൻറ്റ്സ് ഓഫ് ട്രൈസെക്ഷൻ ഓഫ് എ ബി. ദാറ്റ് ഈസ് എന്തെഴുതാം നമുക്ക്? എ പി ഈസ് ഈക്വൽ ടു പി ക്യു ഈസ് ഈക്വൽ ടു ക്യൂ ബി. മനസ്സിലായല്ലോ? ഇനി എന്താ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് ഓഫ് ട്രൈസെക്ഷൻ. അതായത് പിയുടെ കോർഡിനേറ്റും കണ്ടുപിടിക്കണം, ക്യൂവിൻ്റെ കോർഡിനേറ്റും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എ ബിയെ പി ഡിവൈഡ് ചെയ്യുമെങ്കിൽ റേഷ്യോ എന്തായിരിക്കും? ടോട്ടൽ എത്ര പാർട്സ് ഉണ്ട്? 3 പാർട്സ് ഉണ്ട്. അപ്പോൾ എ തൊട്ട് പി വരെ 1 പാർട്ടാണ്. പി തൊട്ട് ബി വരെ എത്ര പാർട്ടാണ്? 2 പാർട്ടാണ്. അപ്പോൾ ഏത് റേഷ്യോയിലാണ്? 1:2 പി ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? therefore പി ഡിവൈഡ്സ് എ ബി internally in the ratio 1:2. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് റേഷ്യോ 1:2 ആണ് എന്നറിയാം. എ കോർഡിനേറ്റ് അറിയാം 2, -2. ബി അറിയാം -7, 4. നമുക്ക് പി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിനെ നമുക്ക് XY എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിവൈഡ് ചെയ്യുന്ന പോയിൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ഏത് ഫോർമുലയാണ്? സെക്ഷൻ ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. യൂസിങ് സെക്ഷൻ ഫോർമുല പി എക്സ് വൈ ഈസ് ഈക്വൽ ടു എന്താണ് സെക്ഷൻ ഫോർമുല? m1x2 പ്ലസ് m2x1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2, m1y2 പ്ലസ് m2y1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇതാണ് നമ്മുടെ സെക്ഷൻ ഫോർമുല. ഇനി നമുക്ക് തന്നിട്ടുള്ളതെല്ലാം നമ്മളിതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? പി എക്സ് വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് വൈ ഈസ് ഈക്വൽ ടു m1 എന്താണ്? 1 ഇൻറ്റു, അപ്പം നിങ്ങൾ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി x1 y1 x2 y2 ഒക്കെ ഒന്ന് എടുത്തെഴുതുക കേട്ടോ. x1 എന്താണ്? x1 ഈസ് 2, x2 എന്താണ്? -7, y1 ഈസ് -2, y2 ഈസ് 4. ഇനി നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. m1 എന്താണ്? m1ഉം കൂടെ എഴുതിക്കോ കേട്ടോ. m1 ഈസ് 1, m2 ഈസ് 2. ഇതാണ് ഈ റേഷ്യോ ആണ് m1, ഇത് m2. അപ്പോൾ m1 ഈസ് 1, x2 ഈസ് -7. അപ്പോൾ എന്ത് വരും? 1 ഇൻറ്റു -7 പ്ലസ് m2 ഈസ് 2, x1 ഈസ് 2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. അടുത്തത് m1 1 ഇൻറ്റു y2 ഈസ് 4 പ്ലസ് m2 ഈസ് 2, y1 ഈസ് -2 ബൈ m1 പ്ലസ് m2 ഇസ് ഈക്വൽ ടു എന്ത് വരും? -7 പ്ലസ് 4, ദാറ്റ് ഈസ് -3 ബൈ 1 പ്ലസ് 2 ഈസ് 3. 4 ഇൻറ്റു 1 4, 4 പ്ലസ് -4 ദാറ്റ് ഈസ് 0 ബൈ 3 is equal to -3 by 3 is -1,
0. അപ്പോൾ നമുക്ക് ആദ്യത്തേത് കിട്ടി. എന്താണ്? -1, 0. അതായത് പി അതായത് എ ബി എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റിനെ -1, 0 എന്ന് പറയുന്ന പോയിൻ്റാണ് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത്. 1:2 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പോയിൻ്റ് പിയുടെ പോയിൻ്റ് നമുക്ക് കിട്ടി. ഇനി അടുത്തത് ക്യൂവിൻ്റെ പോയിൻ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എന്തെഴുതാം? നൗ ക്യൂ ഡിവൈഡ്സ് എ ബി internally in the ratio. എന്ത് റേഷ്യോയിലായിരിക്കും? ക്യൂ ഏത് റേഷ്യോയിലായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്? എ തൊട്ട് ക്യൂ വരെ എത്ര പാർട്സ് ഉണ്ട്? 2 ഉണ്ട്. ക്യൂ തൊട്ട് ബി വരെ 1. അപ്പോൾ 2:1. അപ്പോൾ നമ്മളിവിടെ റേഷ്യോ ഒന്ന് മാറ്റി എഴുതുന്നു. m1:2, m2:1. 2:1 എന്നുള്ള റേഷ്യോയിലാണ് ഇനി ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, x1, x2, y1, y2 എല്ലാം സെയിം തന്നെയാണ്. പക്ഷേ ഇവിടെ റേഷ്യോ മാറി കേട്ടോ. അപ്പോൾ x, y എന്ത് വരും? അപ്പോൾ ഈ ക്യൂ എന്ന പോയിൻ്റാണ് ഇനി നമ്മൾ എക്സും വൈയുമായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ x, y നമ്മൾ ഈ സെക്ഷൻ ഫോർമുലയിൽ തന്നെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എന്താണ്? m1 x2. അപ്പോൾ 2 × -7 ദാറ്റ് ഈസ് -14 പ്ലസ് m2 x1. അപ്പോൾ എന്ത് വരും? 1 × 2 ദാറ്റ് ഈസ് 2 ബൈ m1 പ്ലസ് m2. 2 + 1 ഈസ് 3. അടുത്തത് m1 y2. അപ്പോൾ 4 × 2 8 പ്ലസ് അടുത്തത് m2 y1. അപ്പോൾ 1 × -2 ദാറ്റ് ഈസ് -2/3 is equal to -14 + 2 is -12/3. ഇത് 6/3. അപ്പോൾ എന്ത് വരും? -4ഉം 2ഉം. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് -4ഉം 2ഉമായിട്ട് കിട്ടി. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്തെഴുതാം? therefore the coordinates of the points of trisection of the line segment joining A and B are എന്തൊക്കെയാണ്? -1, 0 and -4, 2. -1, 0യും -4, 2ഉം ഈ രണ്ട് പോയിന്റുകളിലാണ് എ ബിയെ ഡിവൈഡ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിച്ച് വായിച്ച് നോക്കുക. റേഷ്യോ തന്നിട്ടില്ലെങ്കിൽ നമുക്കിവിടെ ട്രൈസെക്ഷൻ ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. റേഷ്യോയും കിട്ടിക്കഴിഞ്ഞാൽ പോയിന്റുകൾ കണ്ടുപിടിക്കാൻ നമുക്ക് ഡയറക്റ്റ് സെക്ഷൻ ഫോർമുലയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.